വാർത്താ ചാനലായ CNN സ്ഥാപകൻ ടെഡ് ടർണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ടർണർ എന്റർപ്രൈസ് ആണ് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത്. മൗത്ത് ഓഫ് ദ സൗത്ത് എന്ന് വിളിപ്പേരുള്ള ടർണർ ടെലിവിഷൻ വാർത്താ സംപ്രേഷണ രീതികളെ അടിമുടി മാറ്റുകയും ആഗോള വാർത്താ വിതരണത്തിൽ വൻ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. ഓഹിയോയിൽ ജനിച്ച അദ്ദേഹം തന്റെ 24-ാം വയസ്സിലാണ് മാധ്യമരംഗത്തേക്ക് കടന്നുവരുന്നത്. പിതാവിന്റെ ആത്മഹത്യയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബിൽബോർഡ് പരസ്യ കമ്പനി ഏറ്റെടുത്തുകൊണ്ടായിരുന്നു തുടക്കം. ചെറുപ്പകാലത്ത് പിതാവിൽ നിന്ന് കടുത്ത ശിക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതും സഹോദരിയുടെ അകാല വിയോഗവും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. ക്ലാസിക് വിഷയങ്ങൾ പഠിച്ചതിന്റെ പേരിൽ പിതാവ് അദ്ദേഹത്തിന്റെ കോളേജ് പഠന ചെലവ് പോലും നിർത്തിവെച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം സ്വന്തം പ്രയത്നത്താൽ ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. 1980 ജൂൺ 1-നാണ് ലോകത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനലായ CNN എന്ന വിപ്ലവത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. ആദ്യകാലത്ത് പലരും അദ്ദേഹത്തിന്റെ ആശയത്തെ അസംബന്ധമെന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നുവെങ്കിലും 1990-ലെ ഗൾഫ് യുദ്ധത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലൂടെ CNN ലോകശ്രദ്ധ പിടിച്ചുപറ്റി. വാർത്താ ചാനലുകൾക്കു പുറമെ കാർട്ടൂൺ നെറ്റ്വർക്ക്, TNT, TCM തുടങ്ങിയ പ്രശസ്തമായ വിനോദ ചാനലുകളും അദ്ദേഹം സ്ഥാപിച്ചു. CNN-നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായാണ് ടർണർ എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത്. വാർത്താലോകത്തിനു പുറമെ വലിയൊരു പരിസ്ഥിതി സ്നേഹിയും മനുഷ്യസ്നേഹിയും കൂടിയായിരുന്നു ടർണർ. പരിസ്ഥിതി സംരക്ഷണത്തിനായി ടർണർ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുവാൻ വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് വനങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. 1991-ൽ ടൈം മാഗസിനിൽ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്തിരുന്നു. 2018-ൽ ലൂയി ബോഡി ഡിമെൻഷ്യ എന്ന മസ്തിഷ്ക രോഗം ബാധിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് നിരവധി എമ്മി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹം അറ്റ്ലാന്റ ബ്രേവ്സ്, അറ്റ്ലാന്റ ഹോക്സ് എന്നീ കായിക ടീമുകളുടെ ഉടമ കൂടിയായിരുന്നു. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരും പ്രമുഖരും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി.